വളരെ സന്തോഷം തോന്നി അവൾ ബിഗ് ബോസിൽ വന്നപ്പോൾ. ഒത്തിരി പ്രയാസം. ഹലോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പോവുകയാണ്. നല്ല ലാലേട്ടം വന്ന എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പറയാം. അതിന് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചൊരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടോ എന്ന് എനിക്കറിയില്ല. രേണു സുധീൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ രേണു സുധീൻ്റെ അമ്മേനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അവർക്ക് തീരെ വയ്യാണ്ട് അവരെങ്ങനെയൊക്കെയോ വന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്നാണ്. രേണുസുതിക്ക് അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, നല്ല രീതിയിൽ വോട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരേക്കാൾ ഏറ്റവും കൂടുതൽ PR വർക്ക് നടക്കുന്നത് രേണുസുതിക്ക് തന്നെയാണ്. നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ നന്നായിട്ട് അറിയാം. അപ്പം ഇത്രയും ഫാൻസും എല്ലാം ഉണ്ടായിട്ടും ഈ വയസ്സായ അമ്മേനെയൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെയ്തതിനോട് പേഴ്സണലി താല്പര്യമില്ല. അങ്ങനെ സംഭവബഹുലമായ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ കരയില്ല എന്ന് കരുതിയ നമ്മളുടെ രേണുസുതി കടന്ന് കരയുന്നൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ ഓരോന്നോരോന്ന് വിധം നോക്കാം. രേണുസുതി ഭയങ്കരം കരഞ്ഞേക്കുകയാണ്. കരഞ്ഞ് അങ്ങ് മെഴുകുന്നുണ്ട്. അപ്പം കരയുന്നത് ഭയങ്കര മിസ്സിങ് ഒക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മയുടെ പൊന്നെ, അമ്മയുടെ ആത്മാവേ, അമ്മയുടെ ആത്മാവിൻ്റെ ഹൃദയമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അതിൽ ഋതപ്പനെയൊക്കെ വിളിച്ച് കരയുന്നുണ്ട്. ഓക്കെ, മോനാണ്. പക്ഷെ ഇതിൽ ഞാൻ കണ്ട ഒരു സാധനം, കിച്ചുവിനെ വിളിച്ച് കരയുന്നു. ഈ കിച്ചുവിനെ വിളിച്ച് കയറുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നിയ ഒരു ചോദ്യം, അല്ല ഞാൻ തന്നെ ഞെട്ടിയിട്ടുള്ളൊരു സാധനം, ഇത് പക്കാ സ്ട്രാറ്റജിയാണ്. ഞാൻ 100% പറയും ഇത് സ്ട്രാറ്റജിയാണ്. കാരണം ഈ രേണുസുതിയും കിച്ചുവും കാണുന്നത് ആണ്ടിലും സംക്രാന്തിക്കുമാണ്. കിച്ചുവിൻ്റെ ലൈവിൽ നിന്നും കിച്ചു പറയുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് അറിയാം രേണുസുതിയായിട്ട് കിച്ചുവിന് ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു മിസ്സിങ് പൊട്ടിമുളച്ചേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവരെ ഒരു സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കിയത് ഈ സുധി കിച്ചുനെയൊക്കെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് നന്നായിട്ട് അങ്ങ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ കടന്ന് നന്നായിട്ട് പറഞ്ഞാൽ ഇവർക്കൊരു കപ്പടിക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ നന്നായി കളിച്ച് നല്ലൊരു പ്ലെയറാണ്, നിങ്ങളുടെ ബെസ്റ്റ് ബിഗ് ബോസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജയിക്കും. ഇങ്ങനത്തെ ഓരോ ഡ്രാമയാണ് ഇത്. ഡ്രാമ എന്ന് പറയാനുള്ള അടുത്തൊരു റീസൺ ഞാനതപ്പോൾ ഈ സൈഡിൽ തന്നെ കൊടുക്കും. എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ? ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും. അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം അവിടെ അത്ര അങ്ങോട്ട് കംഫോർട്ടായിട്ട് തോന്നില്ല. പിന്നെ ഇവിടെ ആകുമ്പം അച്ഛാമ്മയുണ്ട്, ആണ്, എല്ലാരും ഉണ്ട്. അവിടെയും എനിക്ക് ഇല്ലെന്നല്ല, എല്ലാരും ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഈ പോയിന്റ് ശ്രദ്ധിച്ചോ അറിയില്ല, എനിക്ക് കംഫോർട്ടബിൾ ഇവിടെ നിൽക്കാനാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഹാപ്പി. അച്ഛനുള്ള സമയം വരെ ഓക്കെ. അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല എന്ന് തോന്നി. ഇത്രത്തോളം സപ്പോർട്ടീവായി, ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രത്തോളം കെയർ ചെയ്യുന്ന, ബിഗ് ബോസിൽ ഇരുന്ന് തന്നെ കിച്ചുവിനെ വിളിച്ച് കരയുന്ന ഒരമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരമ്മയാണ് നമ്മളുടെ സ്വന്തം രേണുസുതി എങ്കിൽ എന്തുകൊണ്ടായിരിക്കും കിച്ചു അച്ഛമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്? ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്ന അഭിനയം എന്ന്. എന്നാൽ അത് പറയാനുള്ളൊരു സമയം തരും, അപ്പോഴേക്ക് PR ടീം അങ്ങ് ഇളകൂലേ. ഇനി രേണു ബിഗ് ബോസിൽ തന്നെ പറഞ്ഞൊരു കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് നോക്കാം. ഒരു സദ്യ ഉണ്ടോ? ഒന്നും എന്നല്ല, അതാരും തിരക്കുന്നില്ല. ഇവിടെ സൂചിച്ചേണ്ട ഭാര്യ, അവൾ സൂചിച്ചേണ്ട ബഹുമാനിക്കുന്നില്ല, സൂചിച്ചേണ്ട ആൾക്കാരെ ബഹുമാനിക്കുന്നില്ല. സന്തോഷമായോടി നിനക്ക്? ഒരു സദ്യ തിന്നോ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. നിങ്ങൾ ഇത്രയും കാലം അധ്വാനിക്കുന്നതും നിങ്ങൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയതും നിങ്ങൾക്ക് ഫ്ലവേഴ്സ് തന്നിട്ടുള്ള ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഈ ആക്ടിങ്, മോഡലിംഗ് അല്ലെ ഈ തരത്തിലുള്ള ഫീൽഡിലോട്ട് ഇറങ്ങിയത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ മനുഷ്യന്മാരും ഭക്ഷണം കഴിക്കും. അങ്ങനെ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊന്നുമല്ല പോകുന്നത്. തിരക്കുന്നില്ല, ഇവിടെ സൂചിച്ചേണ്ട ഭാര്യ, അവൾ സൂചിച്ചേണ്ട ബഹുമാനിക്കുന്നില്ല, സൂചിച്ചേണ്ട ആൾക്കാരെ ബഹുമാനിക്കുന്നില്ല. സന്തോഷമായോടി നിനക്ക്? അവള് തുണി പറിച്ചാടുന്നു, അവൾ അഭിനയിക്കുന്നു. എന്തിനാ ഈ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടില്ല.
രേണു സുധീൻ്റെ മോഡലിങ്ങിനെ കുറിച്ചോ രേണു സുധിയുടെ ആക്ടിങ്ങിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രേണു സുധി കൊല്ലം സുധിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ബേസിക്കലി പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന മണ്ടത്തരം ബ്ലെൻഡേഴ്സ് ഇത് മാത്രമാണ് ഞാനെടുത്ത് സംസാരിക്കുന്നത്. നിങ്ങൾ സുധിയുടെ ആത്മാവിനെ നിങ്ങൾ അല്ലെങ്കിൽ അതിപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു പറയുന്നത് സുധിയുടെ മരണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ചടങ്ങിൽ നിങ്ങൾ കുറച്ച് മീഡിയക്കാരെ വിളിച്ചുകൊണ്ട് കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, നിങ്ങളും പ്രജീഷും കൂടെ വയലിൻ്റെ സൈഡിൽ നിന്ന് ചിരിച്ച് കളിച്ച് വരൂലേ പരിപാടിക്ക് ആഘോഷിക്കണ്ടേന്നൊക്കെ ചോദിച്ച പീസില്ലേ, ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ പറഞ്ഞെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇത്രയും കാലം സുധിയേട്ടൻ എന്ന് പറഞ്ഞ് നിന്ന് നിങ്ങൾ പുള്ളീൻ്റെ ഒരു മരണാനന്തര ചടങ്ങിൽ പോലും വേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കാണ്ട് അവിടെ കടന്നു ഈ ഡാൻസും പാട്ടും കൂത്തും കാണിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിച്ചു. എന്തായാലും ബാക്കി കേട്ടോ. ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതങ്ങ് കേൾക്കുമ്പോഴേക്ക് ആൾക്കാരെ വിചാരം ആ കുഞ്ഞിനൊക്കെ കൊടുക്കാൻ വേണ്ടി അവൾ എടുക്കുന്ന ഒരു പണീനെയാണ് ഇവർ ഇതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുത്ത് അങ്ങ് നശിപ്പിക്കുന്നതെന്ന്. ഒക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കുഞ്ഞിന് കൊടുക്കാനാണെങ്കിൽ പണിയെടുക്ക്, കുഞ്ഞിന് കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. മോഡലിങ് ചെയ്യേ, ഇനി എക്സ്പോസ്ഡ് ഷൂട്ട് ചെയ്യണേ ചെയ്യേ, ഇനി സിനിമ ചെയ്യണേ ചെയ്യേ, സീരീസ് ചെയ്യണേ ചെയ്യേ, സീരിയൽ ചെയ്യണേ ചെയ്യേ, എന്തും ചെയ്യും. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഫ്രീഡമാണ്, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ വന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യലോ ആക്കലോ ഒന്നല്ല പറയുന്നത്, നിങ്ങളുടെ പുറത്തോട്ട് വരുന്ന പല കാര്യങ്ങളാണ്, നിങ്ങൾ പറയുന്ന കുറേ ഡയലോഗുകളാണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളാണ്. അല്ലാണ്ട് നിങ്ങളുടെ ആക്ടിങ്ങിനും ഇതിനെയൊന്നും ഒരാളും പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം തന്നെ. നിങ്ങൾ ആക്ടിങ്ങിൽ ഭയങ്കര കഴിവുള്ള ആളാണ്. ബിഗ് ബോസിലെ കുറേ ഭാവങ്ങളും എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് മനസ്സിലായി. റോഡിൽ കിടന്ന് രണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെയാണോ? മൂത്തമ്മ പഠിക്കുവല്ലേ, കിച്ചൂട്ട പഠിക്കുവല്ലേ, അല്ല കൊല്ലത്ത് പഠിക്കും അവനെ, ചേട്ടന്റെ വീട്ടില്, പിന്നെ അവൻ ജനിച്ചു വളർന്ന വീടല്ലേ. ഞങ്ങൾ പുതിയ വീട്ടില് അവൻ അവധിക്ക് ചങ്ങനാശ്ശേരി. സൂചേട്ടനെ അടക്കി കൊടുത്തോണ്ട് കുറച്ച് ഒരു 6-7 കിലോമീറ്റർ മാറി. അല്ല സൂചേട്ടൻ കൊല്ലംകാരനല്ലേ, നമ്മള് കോട്ടയംകാരിയല്ലേ. അതല്ലേ സൂചേട്ടൻ ഇവിടെ അല്ലായിരുന്നു 5 വർഷവും. എന്നെ കല്യാണം കഴിച്ച 5 വർഷം ഇവിടെ തന്നെ. നിങ്ങളുടെ പ്രോഗ്രാമിനൊക്കെ വാടക വീട്ടിലായിരുന്നു. ആൾക്കാരൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെയാണ് രേണു സുധീൻ്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കുന്നത്, പല ചോദ്യങ്ങളും ചോദിക്കുന്നത്, പല മറുപടികളും രേണു സുധി ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ഇന്നലെ ബിഗ് ബോസിൽ കണ്ടൊരു മെയിൻ സാധനമുണ്ട്. നമ്മളുടെ ലാലേട്ടൻ പൊളിച്ച് തൂക്കി എന്ന് പറഞ്ഞാൽ രേണുവിനെ തൂക്കി. അതൊന്ന് കാണാം. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട്. അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഓ നീയും ചെയ്യുന്നുണ്ടല്ലോ, നീയും ആക്കുന്നുണ്ടല്ലോ, ലാലേട്ടൻ പറഞ്ഞ നിന്നെ ഗുദ്ദിയോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസിൻ്റെ 2 എപ്പിസോഡ് കഴിയുമ്പോഴാണ് ആദ്യത്തെ എപ്പിസോഡിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. ഞാൻ ഒരിക്കലും അതിന് മുമ്പേ അറിയില്ല, സത്യസന്ധമായി പറയാം. ഞാൻ ബിഗ് ബോസ് ലൈവ് കാണില്ല, ലൈവ് കാണാനുള്ളൊരു ടൈം എനിക്ക് കിട്ടലില്ല. ഞാൻ ഈ വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത്, എവിടെ നിന്നാണ് ടൈം ഒപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ ഈ വീഡിയോസ് യൂട്യൂബിൽ വീഴുന്ന സമയത്ത് യൂട്യൂബിൽ നിന്നാണ് ഞാൻ പലതും എടുത്ത് കാണുന്നതും സംസാരിക്കുന്നതും. ആൻഡ് പിന്നെ എപ്പിസോഡ്സ്, ഞാൻ നൈറ്റ് ഉണ്ടാകുന്ന എപ്പിസോഡ്സ് ഞാൻ കൂടുതലും കാണാൻ ശ്രമിക്കലുണ്ട്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു യൂട്യൂബ് വാച്ച് എന്ന് പറയുന്നത്. ആൻഡ് എൻ്റെ വീഡിയോ ഒരിക്കലും ഞാൻ നേരത്തെ ഇട്ടു എന്ന് ഒരാളും പറയില്ല. ഇപ്പോൾ തൊട്ട് മുമ്പേ രേണുവിൻ്റെ സംസാരിച്ച് എൻ്റെ 2 ദിവസം മുമ്പ് എങ്ങാനുള്ള വിഷയമാണ്. ഞാൻ വളരെ ലേറ്റാണ്. എൻ്റെ കണ്ടൻറ്റ് എനിക്ക് ഓൺ ടൈമിൽ ഇടാൻ തന്നെ ഒരിക്കലും സാധിക്കില്ല. അപ്പം ഇത് നമ്മളെ ഏൽക്കൂല, ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കും. ചെറിയൊരു വീഡിയോ കണ്ടു, അത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണണോ? എന്താ ചിരിക്കുന്നത്? നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ ബിഗ് ബോസ്? നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ.
തൂക്കി ഗൈസ്, ലാലേട്ടൻ തൂക്കി, നല്ല അടിപൊളിയായിട്ട് തൂക്കി. വീഡിയോ തന്നെ ഇട്ടങ്ങ് നാറ്റിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റെ ഫേസ് കണ്ടറിയാം, എല്ലാവരും അത്ഭുതപ്പെട്ട് രേണുവിനെ നോക്കി ഇതും നോക്കുക. അതാ ഞാൻ പറഞ്ഞു, ഈ 7 സീസണിൻ്റെ ഇടയിൽ ഒരു മനുഷ്യന്മാരും ചെയ്യാത്ത മണ്ടത്തരം ചെയ്തുകൊണ്ടാണ് രേണുസുതി ബിഗ് ബോസിലോട്ട് കയറിയിട്ടുള്ളത്. അതിന് നല്ലൊരു കൊട്ട് ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇത് അവിടെ നിന്ന് എടുത്ത് അയച്ചാണോ മൊബൈലില്? അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ വരുന്നതിന്റെ അന്ന്. അടുത്ത ആഴ്ചത്തുണ്ടോ? അല്ല 2-3 ആഴ്ച എന്താ ഞാൻ ഇടപെണെങ്കിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന്. ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന പരിപാടിയാണോ ഇത്? രേണു ഇങ്ങനത്തെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു PR രേണുസുതിക്ക് വേണ്ടി പുറകെ നടക്കുന്നുണ്ട്. അവർ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തോളും. രേണു ഇതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ട. എന്തൊക്കെയാണ് ഓരോ മനുഷ്യന്മാരുടെ ഒരു ഐഡിയയും ഒരു ബുദ്ധിയും പോക്കെ. എന്തായാലും ലാലേട്ടൻ നന്നായി തൂക്കിയിട്ടുണ്ട്. പക്ഷെ വലിയൊരു ഡയലോഗിലോട്ടൊന്നും പോയില്ല, രസകരമായിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ സെപ്റ്റി ടാങ്കിൻ്റെ വിഷയവും പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രേണുസുതി ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നു കസിനെ നീ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത്. എൻ്റെ പൊന്നു ഭഗവാനെ, ആ കസിന് ഇപ്പോൾ കണ്ടം വഴി ഓടിയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രോളാണ് കേട്ടോ, യൂട്യൂബിൽ തന്നെ. അതാണ് ആ ട്രോളും കൂടെ തൂക്കിയത്. ആൻഡ് ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് പോകുന്നത്. ഓഫ് കോഴ്സ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു പഞ്ചും അതിൻ്റെതായ ഒരു പവറും ഉണ്ടാവും. ആ പവർ ഈ പരിപാടിയിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് അധികം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിക്കാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ എന്താണെന്ന് കാണാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.